എല്ലാവർക്കും വന്ദനം. ഒരു നല്ല ദിവസം കൂടി യേശു തന്നു. കർത്താവിന് എല്ലാ സ്തുതിയും ബഹുമാനവും ഉണ്ടാകട്ടെ. നമ്മൾ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വേദന നമുക്ക് ഒരു ടീച്ചറിനെ പോലെ നമ്മോടുകൂടെ അടുത്ത് വരാറുണ്ട്. അതൊരിക്കലും ഒരു ശത്രുവായി നാം അതിനെ കാണരുത്. അനേക വേദനകളാണ് നമ്മെ പക്വതയുള്ളവരും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ എത്തിച്ചേരാൻ കാരണമാക്കിയത്. പൗലോസ് പറയുന്നു, ദാവീദ് പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. ദാവീദ് പറയുന്നു. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഫിലിപ്പിയർ 1:12. അപ്പോൾ ഇങ്ങനെയെല്ലാം വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ വേദനകളും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനുമല്ല, പരീക്ഷിക്കുന്നവനുമല്ല. ദോഷം ചെയ്യാൻ ദൈവത്തിന് അറിയില്ല. യോബിന് വന്നതോ? യോബിന് വന്ന വേദനകൾ അവനെ കരുത്തുള്ളവനാക്കി മാറ്റി, അവനെ ഇരട്ടിയാക്കി മാറ്റി. ഒരിക്കലും ഒരു വേദനയും നമ്മെ നശിപ്പിച്ച് കളയില്ല. എല്ലാ വേദനകളും നമുക്ക് നന്മയായി തീരും. ആ ഒരു മനോഭാവത്തിൽ ഇന്ന് അനുഭവിക്കുന്ന വേദനകളെ കണ്ടാൽ ഇതെൻ്റെ വളർച്ചയ്ക്കാണ്, ഇതെൻ്റെ ഉയർച്ചയ്ക്കാണ്, ഇതെൻ്റെ ബലത്തിനാണ്, ഇന്ന് ഞാൻ ഈ കടന്നു പോകുന്ന ഈ പ്രശ്നം എൻ്റെ ഗുണത്തിനായി മാറും എന്നൊന്ന് പറയാമോ? അതങ്ങനെ തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാവരുടെയും കാര്യമല്ല, കർത്താവിൻ്റെ മക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിനെ കർത്താവും രക്ഷകനായി സ്വീകരിച്ചവരുടെ കാര്യമാണ്. അല്ലാത്തവർക്ക് ആ വേദന ചിലപ്പോൾ ആത്മഹത്യയാകാം, മരണമാകാം, പകയാകാം, കൊലപാതകമാകാം, ഡിപ്രഷനാകാം. എന്നാൽ കർത്താവിൻ്റെ മക്കൾക്ക് എല്ലാം നന്മയായി മാറും. നമുക്കിത് പകയുമാകൂല, ഡിപ്രഷനുമാകൂല. ഇതെല്ലാം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അറിയാം. ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിച്ചിട്ടില്ല. അഥവാ ഇനി കൂരിരുൾ താഴ്വരെ കൂടി പോയേണ്ടി വന്നാലും അത് ദൈവം അനുവദിച്ചതാണ്. നീ എൻ്റെ കൂടെയുണ്ടല്ലോ. ദൈവം ജോസഫിൻ്റെ കൂടെ തൻ്റെ കഷ്ടങ്ങളിൽ ജയിലിലൊക്കെ ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ ദൈവം കൂടെ ഉണ്ടായിട്ട് പോലും അവൻ്റെ വേദന മാറിയില്ല. ദൈവം അവനെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. ഈ ഒരു സത്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ പൗലോസിൻ്റെ ആ പ്രസംഗത്തിലേക്ക് വീണ്ടും വരാം. ശബത്ത് നാളിൽ ദേവാലയത്തിൽ അന്ത്യോക്യയിലുള്ള ഒരു പള്ളിയിൽ, ഒരു യഹൂദ പള്ളിയിൽ ശബത്ത് നാളിൽ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും വായിച്ചു തീർന്നപ്പോൾ സഹോദരന്മാരെ, പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ആ ചാൻസ് മുതലാക്കി പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത ദൈവത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് പ്രവചന നിവർത്തികളൊക്കെ നടന്നു എന്ന് പറഞ്ഞ് ദാവീദിന്റെ കുടുംബത്തിൽ പിറന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അതിന് ഇന്ന് സാക്ഷികളുണ്ട് എന്ന് പറഞ്ഞ് അവിടം വരെ നമ്മളെത്തി. അതായത് ഒരു ചാൻസ് കിട്ടിയാൽ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഒരു ദാഹമാണ് ഇതിലൂടെയെല്ലാം നമ്മുടെ ഉള്ളിൽ വന്ന് കയറേണ്ടത്. ഒരു ചാൻസ് കിട്ടിയാൽ എന്തായാലും നമുക്കൊരു ദൗത്യമുണ്ട്, അത് പറയാതെ പോകരുത്. പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജ് കുട്ടികൾ, ബിസിനസ്സുകാർ, ജോലിക്കാർ, യാത്ര ചെയ്യുന്നവർ, ട്രെയിനിൽ സ്ഥിരമായിട്ട് സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ, സ്ഥിരമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുന്നവർ, നിങ്ങൾ അവരോടെല്ലാം ഒരു ചാൻസ് ഉണ്ടാക്കി യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇതാ പൗലോസ് ചാൻസിനെ, ആ അവസരത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നത് കാണാം. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ രക്ഷകനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച് അവരോട് എന്തിനാ പറയുന്നേ? അവർ രക്ഷിക്കപ്പെടണം. അവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയണം. 100 പേര് തള്ളിയാലും 101ാമത്തെ ഒരാളുണ്ടാകും. 1000 പേര് തള്ളിയാലും 1001ാമത്തെ ഒരാൾ അവിടെ ഉണ്ടാകും. നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും വിശ്വസിച്ചു എന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു ചാൻസ് കിട്ടിയാൽ അതിലൂടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ
നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. 36 വാക്യം, 13:36 അപ്പോസ്തല പ്രവൃത്തി. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. ദാവീദിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ദാവീദ് ചെയ്തത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. നീ രാജാവാകണം, നിന്റെ വിളി അതാണ്. നീ അരമനകൾ പണിയണം, നീ എനിക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യണം. ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൊടുത്തു. ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം അവനെ അതുപോലെ മാനിച്ചു. 1 തിമോത്തി 3:13 വായിക്കുമ്പോൾ, നന്നായി ശുശ്രൂഷ ചെയ്തവർ തങ്ങൾക്ക് തന്നെ നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. അവിടെ വായിച്ചത്, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് പോയിരുന്ന ഒരാളായിരുന്നു ദാവീദ്. ദൈവമേ, ഞാൻ അവരെ പിന്തുടരണമോ? സ്വന്തം ഭാര്യയും മക്കളെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയപ്പോഴും 1 ശമൂവേൽ 30 അധ്യായത്തിൽ കാണാം, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവരെ പിന്തുടരണമോ? എൻ്റെ മക്കളും പോയി, എൻ്റെ ഭാര്യയും പോയി, ഞാൻ അവരെ പിന്തുടരണമോ? ദൈവം പറഞ്ഞു പിന്തുടരണം. ദൈവം പറയണം പിന്തുടരരുത് എന്ന് പറഞ്ഞാലോ ദാവീദ് പിന്തുടരില്ല. അതുപോലെ ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ച് യുദ്ധം ചെയ്ത ഒരു ദാവീദ്, ദൈവത്തിന് മഹത്വം കൊടുത്ത് ഗോലിയാത്തിന്റെ മുൻപിൽ വലിയ വിശ്വാസം പ്രഖ്യാപിച്ച ദാവീദ്, ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ മറിച്ച ദാവീദ്, എല്ലാം ദൈവത്തിൻ്റെ ആലോചനയ്ക്കാണ്. ശൗലും കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, നീ ബാലനാണ്, നിനക്കത് കഴിയില്ല, ഗോലിയാത്ത് അവൻ ശക്തനാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും എൻ്റെ നേരെ വന്നു. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ എടുക്കാൻ നോക്കി, ഞാൻ അവനെ ആ സിംഹത്തെ കരടിയെ അടിച്ചു കൊന്നു. അതിൻ്റെ വായിൽ നിന്ന് എൻ്റെ കുഞ്ഞാടിനെ എടുത്തു. ഇതുപോലെ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീനും ഇങ്ങനെയാകും. അങ്ങനെ ദാവീദ് ദൈവാലോചനയുടെ, ദൈവിക വെളിപ്പാടിൻ്റെ, ദൈവകൃപയുടെ വഴിയിലായിരുന്നു ബാല്യം മുതലേ. അപ്പോൾ തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ദാവീദ് നമ്മുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? അത് ചെയ്ത ശേഷം ദാവീദ് നിദ്ര പ്രാപിച്ചു. അടുത്തത്, തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദാവീദിന്റെ സന്തതിയായി വന്ന യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ദാവീദ് വലിയവനായിരുന്നു, ദാവീദ് വലിയ ശുശ്രൂഷ ചെയ്തു, മഹാനായിരുന്നു, മരിച്ചു, ദ്രവത്വം കണ്ടു. എന്നാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദാവീദിനേക്കാൾ വലിയവനായ, നമ്മുടെ പിതാക്കന്മാരെക്കാളൊക്കെയും വലിയവനായവൻ യേശു എന്ന ഒരു ചിത്രത്തിലേക്ക് ആ ശബത്ത് നാളിൽ കിട്ടിയ അവസരത്തിൽ പൗലോസ് യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇതിനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മോശയുടെ ന്യായപ്രമാണത്താൽ എന്തില്ല? നീതീകരണം വരാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിയണം. ന്യായപ്രമാണം കൊണ്ട് നീതി ലഭിക്കുന്നില്ല. ന്യായപ്രമാണം പറയുന്നു നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടത്.
എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ നീതിമാനായി തീരുന്നു എന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ വാക്കുകൾ പറയും തോറും നമ്മൾ ശക്തരായി മാറുകയാണ്. യേശുവിൽ വിശ്വസിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയണം. യേശുവിനെ സ്വീകരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. വചനമായവൻ, ജഡമായി തീർന്നവൻ, കൃപയും സത്യവും നിറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ പാർത്തവൻ, അവനെ കൈക്കൊള്ളാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു. കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കാനും ഏറ്റുപറയാനൊക്കെ കഴിഞ്ഞതുപോലും കൃപയാണ്. ജീസസ് എവരിഡേ എല്ലാ ദിവസവും കാണുന്നത് ഒരു ദൈവകൃപയാണ്. ജീസസ് എവരിഡേ എല്ലാ ദിവസവും പറയാൻ കിട്ടിയത് എനിക്കൊരു ദൈവകൃപയാണ്. കൃപ ലഭിച്ചവരാണ് നാം. മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനങ്ങളെ എപ്പോഴും നമ്മൾ ഓർക്കുകയും ദൈവത്തോട് നന്ദിയുള്ളവരാകണം. നമ്മുടെ കുടുംബത്തിൽ വെച്ച് നമ്മെ ദൈവം തിരഞ്ഞെടുത്തില്ലേ? നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരോട് എത്രയോ നാള് നമ്മൾ ദൈവവചനം പറഞ്ഞിട്ട് അവരടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ പറ്റിയ നിലയിൽ നമ്മുടെ മനസ്സിനെ കർത്താവ് മാറ്റിയില്ലേ? അതിന് കർത്താവിന് നന്ദി പറയണം. യേശു വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ ആരെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമാണ്. രാജാക്കന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, ലോകം മുഴുവൻ വാനോളം പുകഴ്ത്തുന്നവരും അതുപോലെയുള്ള സെലിബ്രിറ്റികളെല്ലാം ഉള്ളപ്പോൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായ നമ്മൾ സ്വർഗത്തിൽ ഏറ്റവും വിലയേറിയവരാണ്. ഈ അഴിഞ്ഞു പോകുന്ന ഭൂമിയിൽ, താൽക്കാലികമായ ഭൂമിയിൽ കിട്ടുന്ന പ്രശസ്തികളെക്കാൾ നിലനിൽക്കുന്ന പ്രശസ്തികളും നിലനിൽക്കുന്ന കിരീടങ്ങളും ഒക്കെയും യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം നമുക്കായി കാത്തിരിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. 40-ാം വാക്യം, ആകയാൽ ഹേ നിന്ദക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി എന്ന് പ്രവാചക പുസ്തകങ്ങൾ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് പൗലോസ് അവസാനിപ്പിക്കുകയാണ് ആ പ്രസംഗം. അതായത് നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യും, അത് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു പ്രവൃത്തിയാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കലോ? 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമോ? അതെ, മരണത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് യേശു കാണിച്ചു തന്നു. എന്നിട്ട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തെ തൻ്റെ മരണം കൊണ്ട് ഒഴിവാക്കി കളഞ്ഞ കർത്താവ്, ശാപത്തെയും പാപത്തെയും എല്ലാം ക്രൂശിന്മേൽ തോൽപ്പിച്ചു കളഞ്ഞ കർത്താവ്, ക്രൂശിൽ സകല അനുഗ്രഹങ്ങളും നമുക്ക് തിരിച്ചു പിടിച്ച കർത്താവ്. ആ കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിവൃദ്ധിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി നന്ദി. ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തതല്ല, അങ്ങ് ഞങ്ങളെ ഓരോ സീസണിലും തിരഞ്ഞെടുത്തതാണ്. ഞങ്ങൾക്ക് അങ്ങയെ ധ്യാനിക്കുവാനും അങ്ങയെ പുകഴ്ത്തുവാനും പാടുവാനും അങ്ങയോട് പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾക്കൊരു സെലക്ഷൻ ഉണ്ടായല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ പലരും ഇന്ന് അന്ധതയിൽ, ഇരുട്ടിൽ കിടക്കുമ്പോൾ, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരാതെ കിടക്കുമ്പോൾ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളായ ഞങ്ങൾക്ക് ഈ വലിയ ദൈവകൃപ, യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ എന്ന ദൈവകൃപ വെളിപ്പെട്ട് കിട്ടിയതിനായി നന്ദി. ഇത് കേൾക്കുന്ന എല്ലാവരും കർത്താവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ഇവരുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് എല്ലാവരോടും പൗലോസിനെ കുറിച്ച് പോലെ പറയുവാൻ കൃപ കൊടുക്കണം, ബലം കൊടുക്കണം, ശക്തീകരിക്കണം. ഒരവസരം കിട്ടിയാൽ ഈ രക്ഷയുടെ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ
ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ച് വായിച്ച് നമ്മളങ്ങനെ ഒരു വരി പോലും വിടാതെ ഇങ്ങനെ പോവുകയാണ്. ഓരോ വാക്യങ്ങളിൽ നിന്നും നമുക്ക് നിത്യജീവനുണ്ട്. ബൈബിളിലെ ഒരു വാക്യത്തിലും ഒരു വള്ളിയിലും പുള്ളിയിലും എല്ലാം അർത്ഥമുണ്ട്, ആഴങ്ങളുണ്ട്. അതുകൊണ്ട് ഇവയിൽ ഒരു വാക്യം പോലും വിടാൻ നമുക്ക് കഴിയില്ല. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഗോഡ് ബ്ലെസ് യു. The blood of Jesus.